ബീഹാറിൽ വിശ്വാസ വോട്ട് നേടി നിതീഷ് കുമാർ. വിശദാംശങ്ങളുമായി സിബി ജോസഫ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. സിബി, നേരത്തെ പറഞ്ഞ ധാരണപ്രകാരം തന്നെ വിശ്വാസ വോട്ട് നേടിയെടുത്തിരിക്കുന്നു നിതീഷ് കുമാർ. 5 RJD MLA-മാരുടെ അധിക വോട്ട് ലഭിച്ചിരിക്കുന്നു. നേരത്തെ അവിശ്വാസ പ്രമേയത്തിലൂടെ സ്പീക്കറെ പുറത്താക്കുന്ന സാഹചര്യം. എന്തൊക്കെയാണ് ഇന്ന് ബീഹാറിൽ സംഭവിച്ചത്? വിനീഷ, നാടകീയതയ്ക്കും കൂറുമാറ്റത്തിനും എല്ലാതിനു ശേഷം ബീഹാർ നിയമസഭയിൽ നിതീഷ് കുമാറിൻ്റെ NDA സർക്കാർ ഇപ്പോൾ വിശ്വാസ വോട്ട് നേടിയിരിക്കുകയാണ്. 129 പേരുടെ പിന്തുണ കൂടിയാണ് ഇപ്പോൾ NDA സർക്കാർ അവിടെ വിശ്വാസ വോട്ട് നേടുകയും ഭൂരിപക്ഷം തെളിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുഖ്യ പ്രതിപക്ഷമായ RJDക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് RJDയുടെ 4 MLA-മാർ നിതീഷ് കുമാറിനെ പിന്തുണച്ചുകൊണ്ട് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു വിശ്വാസ വോട്ടെടുപ്പ് നടക്കുമ്പോൾ RJDയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസും എല്ലാം തന്നെയും ഈ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിരുന്നു. പക്ഷേ അവിടെ അതിനു മുമ്പ് ആദ്യം നടന്നത് ഈ സ്പീക്കർ സ്ഥാനത്ത് നിന്നും, അതായത് ഈ മഹാസഖ്യത്തിലെ സ്പീക്കറെ മാറ്റാൻ RJD നേതാവായിരുന്ന അവധ് ബിഹാരി ചൗധരിക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയമായിരുന്നു ആദ്യം നടന്നത്. ഈ അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടക്കുമ്പോഴായിരുന്നു ഈ 3 RJD MLA-മാർ, അതായത് ചേതനാനന്ദ്, നീലം ദേവി, പ്രഹ്ലാദ് യാദവ് എന്നിവർ നിയമസഭയിൽ ഭരണപക്ഷത്തോടൊപ്പം ഇരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. പിന്നീട് അങ്ങനെ അവർ കൂറുമാറുകയും ചെയ്തു. എന്തായാലും അവിടെ ഇതോടെ 112-നെതിരെ 125 എന്ന അംഗസംഖ്യയിൽ അങ്ങനെ ഈ സ്പീക്കറെ, മഹാസഖ്യത്തിൻ്റെ സ്പീക്കറെ നീക്കം ചെയ്യുകയും ചെയ്തു. പിന്നീടാണ് ഈ വിശ്വാസ വോട്ടെടുപ്പ് നടന്നത്. ഈ വിശ്വാസ വോട്ടെടുപ്പിൽ ഇത്തരത്തിൽ 129 പേരുടെ പിന്തുണ കൂടി തന്നെ നിതീഷ് കുമാറിൻ്റെ സർക്കാർ വീണ്ടും അധികാരത്തിൽ ഇപ്പോൾ ഭൂരിപക്ഷം തെളിയിച്ചിരിക്കുകയാണ്. അതേ സമയം തന്നെ ഈ ഒരു വിശ്വാസ പ്രമേയത്തിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ നേരത്തെ ഉപമുഖ്യമന്ത്രിയും കഴിഞ്ഞ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ RJD നേതാവുമായ ഇത്തരത്തിൽ തേജസ്വി യാദവ് പ്രസംഗിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് 9 തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നിതീഷ് കുമാർ ചരിത്രം സൃഷ്ടിച്ചുവെന്ന് അദ്ദേഹം പരിഹസിച്ചു. മാത്രമല്ല, നിതീഷിനെ ബീഹാറിലെ ജനങ്ങൾ ഇനി വിശ്വസിക്കില്ലെന്നും ഇനിയും നിതീഷ് കുമാർ ഈ ഇത്തരത്തിൽ മറികടന്ന് ചാടില്ല എന്ന് മോദിക്ക് പറയാൻ കഴിയുമോ എന്നും തേജസ്വി യാദവ് ചോദിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നിതീഷിനെ അധികാരത്തിൽ നിരക്കാതെ തന്നെ തലപ്പാവ് അഴിച്ചു വയ്ക്കില്ല എന്ന് പറഞ്ഞ സാമ്രാട് ചൗധരി, BJPയുടെ നേതാവായ സാമ്രാട് ചൗധരിക്കൊപ്പം തന്നെ ഒരേ മന്ത്രിസഭയിൽ ഇരിക്കുന്നതിനെ അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തു. അങ്ങനെ ചില വാഗ്വാദങ്ങൾക്കും വേദി കൂടിയായി ഇന്ന് ബീഹാർ നിയമസഭ. എന്തായാലും നിതീഷ് കുമാർ ഇന്നിപ്പോൾ NDA സർക്കാർ അധികാരത്തിലെത്തിയിരിക്കുന്നു. അവർ കൃത്യമായി ഭൂരിപക്ഷം തെളിയിച്ചിരിക്കുന്നു. അതേസമയം തന്നെ മുഖ്യ പ്രതിപക്ഷമായ RJD 5 MLA-മാരുടെ പിന്തുണ കൂടി നിതീഷിന് നേടിയെടുക്കാൻ കഴിഞ്ഞു. അത് RJD സംബന്ധിച്ച ഏറ്റവും വലിയ കനത്ത പ്രഹരമായി മാറുകയും ചെയ്തു. വിനിഷ, സിബി, ഈ ബീഹാറിലെ രാഷ്ട്രീയ നാടകങ്ങളുടെയും കുതികാൽവെട്ടിൻ്റെയും കൂറുമാറ്റത്തിൻ്റെയും ഒക്കെ ഒരു തുടർച്ച മഹാരാഷ്ട്രയിൽ നിന്നും ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പുതുതായിട്ട് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന അശോക് ചൗഹാൻ BJPയിലേക്കെന്ന് സൂചന. അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വം രാജിവെച്ചിരിക്കുന്നു. ഒപ്പം MLA സ്ഥാനവും സ്പീക്കറെ കണ്ട് രാജിവെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടി. വിനീഷ, ഈ ലോക്സഭ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം മറ്റുള്ള പാർട്ടികളിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ച കൂടി കാണുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അശോക് ചവാൻ ഇപ്പോൾ കോൺഗ്രസ് നിന്നും രാജിവെച്ചിരിക്കുന്നു. അതായത് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വം രാജിവെച്ചതായും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ തൻ്റെ MLA സ്ഥാനവും രാജിവെച്ചതായി ഇപ്പോൾ അശോക് ചവാൻ തന്നെ മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഭാവിയിൽ BJPയിലേക്ക് ചേക്കേറുമെന്നും ഒരുപക്ഷെ അദ്ദേഹം രാജ്യസഭയിൽ MP ആയി BJPയുടെ MP ആയി മാറിയേക്കുമെന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതേ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് 48 മണിക്കൂറിനകം തന്നെ തൻ്റെ തീരുമാനം അല്ലെങ്കിൽ ഭാവി തീരുമാനം അറിയിക്കാമെന്നുള്ളൊരു പ്രതികരണമാണ് ഇത്തരത്തിൽ അശോക് ചവാൻ നടത്തിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം കോൺഗ്രസിന് ശേഷം 5 പതിറ്റാണ്ടിലധികമായുള്ള ബന്ധം വേർപ്പെടുത്തി അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് വിട്ടിരിക്കുകയാണ്. വിനീഷ, ശരി, സിബി, വ്യക്തമാണ്. മഹാരാഷ്ട്രയിൽ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ അശോക് ചവാൻ രാജിവെച്ചിരിക്കുന്നു. BJPയിലേക്കെന്നാണ് സൂചന. സിബി ജോസഫാണ് വിശദാംശങ്ങൾ നൽകി വന്നത്.